ഇന്ന് ധന്യമീ ഞാൻ പറയുന്നത്, ഞാൻ 2 ദിവസം മുമ്പ് എഴുതിയ ഒരു ചെറുകഥയെക്കുറിച്ചാണ്. എൻ്റെ ചെറുകഥകൾ, നോവലുകൾ, സിനിമകൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കുറവാണ്. അങ്ങനെ ഇരിക്കെ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ എഴുതിയ ചെറുകഥയുടെ ആശയം പറയുകയാണ്. കഥയുടെ പേര് ഒരു കുഞ്ഞിൻ്റെ നിലവിളി എന്നാണ്. ആ കഥ എഴുതി കഴിഞ്ഞിട്ട് പേരില്ല എന്നിട്ട്. അപ്പോൾ ഒരു വിശദാപ്രതിക്കാർ കഥ ചോദിച്ചു, കത്തയച്ചു. ഞാൻ പ്രതികരിച്ചില്ല. പിന്നെ ഫോൺ ചെയ്തിട്ട് ലാസ്റ്റ് ഡേറ്റാണ്, തരാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എടുത്തപ്പോൾ പേരില്ല. ആകെപ്പാടെ അപ്പെട്ടത് പേരാണ് കുഞ്ഞിൻ്റെ നിലവിളി. പല പേരുകളും വരുന്നത് അങ്ങനെയാണ്. ആ പല പേരുകളും ഭൂമുഖത്ത് ഒക്കെ എവിടുന്നോ ഒരു മിന്നാട്ടം പോലെ ഒരു പേരും കൂടി വരുന്നതാണ്. ഈ പേരുകൾക്ക് ആശയവുമായിട്ട് ബന്ധമുണ്ട്. ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ കുട്ടിയുടെ സ്വഭാവവുമായിട്ട് ആ പേരിന് ബന്ധമുണ്ട്, ബന്ധമുണ്ടാവണം, ബന്ധമുണ്ടാകും. ഇതിപ്പോൾ ചെറുകഥയുടെ പേരിനെ പറ്റി പറയുമ്പോൾ ആ വിഷയമല്ല. വടക്കേ ഇന്ത്യയിൽ ഒരിടത്ത് താമസിക്കുന്ന വൃദ്ധ ദമ്പതിമാർ, വീട്ടിൽ വേറെ ആരും ഇല്ല, ഭാര്യയും ഭർത്താവും മാത്രം. അവർ നാട്ടിലേക്ക് പോകാതെ കേരളത്തിലേക്ക് വരാതിരിക്കാൻ കാരണം അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വേണ്ടേ? അപ്പോഴല്ലേ നാട്ടിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ജന്മസ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. പട്ടാമ്പിയിലെ അനിയന്മാരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കോഴിക്കോട് ടൗണിലും എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ബന്ധുക്കളും മരുമക്കളൊക്കെ താമസിക്കുന്നുണ്ട്. ഇത് ഒന്നുമില്ലാത്തവർക്ക് ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് കാര്യമില്ല. വടക്കേ ഇന്ത്യയിലത്തെ ഒരു സിറ്റി താമസിക്കുന്ന അവർക്ക് എവിടേക്ക് പോകാൻ ഭാര്യയുടെ ഒരു ബന്ധുവും ജീവിച്ചിരിപ്പില്ല. പണ്ടത്തെ ആളുകൾക്ക് കുറച്ച് ബന്ധുക്കൾ ഉണ്ടാവും കേട്ടോ, സഹോദരങ്ങളൊക്കെ. ഇപ്പം വന്നിട്ട് ഒറ്റ കുട്ടിയുടെ തലമുറയിലേക്ക് വന്നിരിക്കുക. അപ്പോൾ പിന്നെ നോക്കണ്ട, അച്ഛനും അമ്മയും മരിച്ചു, ഒറ്റ കുട്ടി, സഹോദരനുമില്ല, സഹോദരിയില്ല, അച്ഛൻ്റെ അമ്മയുടെ ബന്ധുക്കളായിട്ടും കണക്ഷനില്ല. അപ്പം ഇവരങ്ങനെ താമസിക്കുകയാണ്. അപ്പം നാട് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അവർക്ക് മാറ്റം ഉണ്ട്. ഒരു ദിവസം രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ഉമ്മർത്തുന്നൊരു ശബ്ദം കേട്ടു. ഭാര്യ ഉണർന്നു. ഉണർന്ന ഉടനെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മർത്തുന്നൊരു ശബ്ദം കേൾക്കുന്നു. അപ്പം ഇയാളും ഉണർന്നു. ഇയാൾക്ക് ശരീരത്തിന് എല്ലാ വയ്യായി അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്. ഉണർന്നുടനെ അയാൾ ആലോചിച്ചത് ഇനി രണ്ടാമൊന്നും ഉറങ്ങി കിട്ടണ്ടേ, എങ്ങനെയപ്പോൾ ഒന്നും ഉറങ്ങിയതാ. അപ്പോഴാണ് ഭാര്യ വിളിച്ച് ഉമ്മർത്തുന്ന എന്തോ ശബ്ദം കേൾക്കും. നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിലാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില പൂച്ചക്കുട്ടികളും ചില ജീവജാലങ്ങളിലും കുട്ടികൾ കരയുമ്പോൾ മനുഷ്യക്കുട്ടികൾ കരയണ പോലെ തന്നെ തോന്നും. മനുഷ്യക്കുട്ടി കരയണ അതേമാതിരിയാണ്. കാരണം കുട്ടികളൊക്കെ ഒന്നാണ്. ഏത് ജീവിയുടെ കുട്ടികളെ എടുത്ത് നോക്കൂ, ആ കുട്ടികളൊക്കെ കാഴ്ചയിൽ ഒരേമാതിരി ഇരിക്കും, അവരുടെ ശബ്ദമൊക്കെ. അടുത്ത വീട്ടിൽ നിന്നൊക്കെ വന്ന പൂച്ചക്കുട്ടികളാവും എന്ന് ഇയാൾ പറഞ്ഞു. അത് പൂച്ചക്കുട്ടിയുടെ ശബ്ദം എങ്ങനെയാണോ അങ്ങനെ ആവാറുണ്ട്. അല്ലാതെ ഇപ്പം അവിടേക്ക് ഒരു മനുഷ്യക്കുട്ടി വരാൻ സാധ്യമല്ലല്ലോ. കുറേ കഴിഞ്ഞു, കുട്ടി നിലവിളി നിർത്തുന്നില്ല. ഈ സമയത്ത് എൻ്റെ ഫോണടിക്കണം. രാത്രി ഈ സമയത്ത് ഫോണടിക്കുന്നത് കുറവായിരിക്കുമല്ലോ. നോക്കുമ്പോൾ
തൊട്ട വീട്ടിൽ താമസിക്കുന്ന ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു മേജറാണ് തൊട്ട വീട്ടിൽ താമസിക്കുന്നത്. തൊട്ട വീട്ടുകാരനായിട്ട് കണക്ഷനൊന്നുമില്ല, എങ്കിലും റെസിഡൻഷ്യൽ അസോസിയേഷനൊക്കെ ഇപ്പം ഉണ്ടായതുകൊണ്ട് തൊട്ട വീട്ടിൽ ആരാന്നുള്ള കണക്ഷൻ ഉണ്ടാവും. ഒരാവശ്യം വരുമ്പോൾ വിളിക്കാൻ, അങ്ങനെയാണ് നമ്പർ. അയാളുടെ ഡീറ്റെയിൽസ് അറിയില്ല, ഇയാളുടെ ജീവിതത്തിൻ്റെ ഡീറ്റെയിൽസും അറിയില്ല. നിങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മർത്തുനിന്ന് ഒരു കുട്ടി കരയണ ശബ്ദം കേൾക്കുന്നു, എന്താന്ന് നോക്കൂന്ന്. അപ്പം ഇയാൾ കുട്ടി കരയാണ്, ഇവിടെ കുട്ടികളൊന്നുമില്ല. അപ്പം മേജർ പറഞ്ഞു, അവിടെ കുട്ടികളില്ല എനിക്കറിയാം, നിങ്ങൾക്ക് തന്നെ മക്കളില്ല, നിങ്ങൾക്ക് മക്കളില്ല എന്ന് എനിക്കറിയാം, കുട്ടികളില്ല എന്നുള്ളത് അറിയാം. ഇയാൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് ഉമ്മർത്ത് വന്നു, കരച്ചിൽ കേൾക്കുന്ന നിർത്തി. ഇയാളുടെ ഭാര്യ നോക്കി, ചെറിയ ഒരു മങ്ങിയ പ്രകാശത്തിൽ ഒരു മനുഷ്യക്കുട്ടിയാണ് കരയുന്നത്. ഇയാൾക്ക് പേടിയായി. ഭാര്യ പറഞ്ഞു, അതിനെടുക്കണോ? എങ്ങനെ എടുക്കുക? ഒരു മനുഷ്യക്കുട്ടി നമ്മുടെ വീടിന് ഉമ്മർത്ത് അവിടെ വന്ന് കിടന്നാൽ എടുക്കുക, അല്ലാനിപ്പോൾ പോലീസിന് ഫോൺ ചെയ്യാം. അടുത്ത വീട്ടിൽ ഇങ്ങോട്ട് വിളിച്ച മേജറെ വിളിക്കാം. സംഭാഷണമൊക്കെ ഇവരുടെ സംഭാഷണം മലയാളത്തിലാണ്, ബാക്കിയുള്ളവർ ഹിന്ദിയിലൊക്കെയാണല്ലോ പറയുക. പോലീസിന് വിവരം കൊടുക്കാം. അല്ല, പോലീസൊക്കെ വരുമ്പോഴേക്കും കുറെ നേരമാവില്ലേ, കുട്ടി എടുത്താലോ? എടുക്കുന്ന അബദ്ധമാണ് എന്നുള്ളത് ഇയാൾക്കറിയാം. പക്ഷെ ഭാര്യ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണല്ലോ, ഏത് സ്ത്രീ ഒരു മാതൃത്വം ഉണ്ടല്ലോ. ആ കുട്ടിയെ കയ്യിലെടുത്തു. ഇത് ആരെ കൊടുന്ന് കിടത്തിയെന്നുള്ളത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഗേറ്റിൻ്റെ അവിടേക്ക് പോകുന്ന വൃക്ഷത്തിൻ്റെ താഴെ ഒരു സ്ത്രീരൂപം. ഇയാളും ഭാര്യ ചെന്നു. ആ സ്ത്രീരൂപം കരയുന്നു. ഇയാളുടെ അടുത്തേക്ക് വന്നു, വിങ്ങിക്കരയാണ്. പറഞ്ഞു, അച്ഛാ എനിക്ക് മാപ്പ് തരണം. അവിടുത്തെ അന്യഭാഷക്കാരോടും മറുനാട്ടോടും മക്കളില്ല എന്നാ പറഞ്ഞത്. ഇയാൾ മക്കളില്ലാതെ ജീവിക്കണ്, മക്കളില്ലാത്ത രീതി തന്നെ ജീവിക്കണം. അങ്ങനെ ഒരു മോളില്ല. മനസ്സൊന്ന് നമ്മൾ വെട്ടിക്കളഞ്ഞ മാതിരി വെട്ടിക്കളഞ്ഞതാ. അച്ഛാ എനിക്ക് മാപ്പ് തരണം, എനിക്ക് അബദ്ധം പറ്റി. അച്ഛനൊന്നും കൊണ്ടിരുന്നില്ല. അയാളുടെ മനസ്സിലെ ഡയലോഗാണ്, എനിക്ക് അച്ഛനില്ല എന്ന് നീ കോടതി പറഞ്ഞല്ലേ, എനിക്ക് അച്ഛനും അമ്മയൊന്നും വേണ്ടാന്ന് കോടതിയിൽ നീ പറഞ്ഞതല്ലേ. ഡയലോഗ് ഇയാൾ മനസ്സിൽ പറയുന്നതാണ്, ഇവരോട് പറഞ്ഞില്ല. ഇയാളുടെ ഭാര്യ ഒന്നും മിണ്ടിയില്ല. ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് ദാഹിക്കുന്നുണ്ടാവും. മകളോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടോടി? ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഇതെന്നെല്ലാം വ്യക്തമാണ്. ഒരു അമ്മയുടെ മനസ്സിൽ നിന്ന് വന്ന ആദ്യത്തെ ചോദ്യമാണ്, നിനക്ക് വിശക്കുന്നുണ്ടോടി എന്ന്. ഇത് പലരും ചിന്തിക്കാത്ത പൊതുവെ ഒരു വിഷയമാണ്. നമ്മുടെ ലോകത്ത് പല സമയത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ കുശലൊക്കെ ചോദിക്കും, നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയോ, മറ്റേത് കിട്ടിയോ, ഇത് ശരിയായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരമ്മ ചോദിക്കുക മക്കളോട്, നീ എപ്പോഴാ പുറപ്പെട്ടെ, എത്ര മണിക്ക്? നിനക്ക് വിശക്കുന്നുണ്ടോ? മകൾ ചിലപ്പോൾ ഒരു കാലത്ത് അച്ഛനമ്മമാരോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ടാവാം. അതൊക്കെ ഈ കഥയിൽ നിന്ന് ഊഹിക്കാൻ കാരണമുണ്ട്. പലപ്പോഴും കഥ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്.
കഥ എഴുതാൻ കഥാകൃത്തിന് ആശയം കിട്ടുന്നത് ഒരു ദിവസം ഞാനും ഭാര്യ കൂടി ഇരിക്കുമ്പോൾ ഉമ്മർത്തുന്ന ഇതേമാതിരി കുട്ടിയുടെ നിലവിളി വിട്ടു. എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഒരു കുട്ടിയെ കൊടുന്ന് കിടത്താനുള്ള ഒരു മകളൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ വന്ന് നോക്കി മനുഷ്യക്കുട്ടി ആളുകൾ കുടികെല്ലത്തിന് വാതിലൊക്കെ തുറന്ന് ഒക്കെ കറക്റ്റ് നോക്കുമ്പോൾ പൂച്ചക്കുട്ടിയാണ്. മനുഷ്യക്കുട്ടി നിലവിളിക്കണ പോലത്തെ നിലവിളിക്കും. എഴുത്തുകാർക്ക് കഥ എഴുതാൻ ആശയം കിട്ടുന്നത് എങ്ങനെയാണ്? ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട സ്നേഹിതന്മാരോട് ഞാൻ ഈ കഥ പറഞ്ഞ് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.